നാം സാധാരണ കാണുന്ന ഈ ഭൗതിക ശരീരം, അവിടെ ഒരു ജീവൻ, ഇതാണ് നാം പ്രത്യക്ഷം അനുഭവിക്കുന്നത്. പക്ഷേ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിയെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ ശരീരം, ത്വക്ക് മുതൽ രക്തവും മാംസവും മജ്ജയും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഭൗതികമായ ശരീരം, ആഹാരം കൊണ്ട് പുഷ്ടിപ്പെടുന്ന ഒരു ശരീരം, അതിനെയാണ് സ്ഥൂല ശരീരമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ പ്രാണശക്തി പ്രവർത്തിക്കും. ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ജീവനുണ്ട്. മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രാണനാണ്. പ്രാണൻ പോയി എന്നാണല്ലോ പറയുക. അപ്പം പ്രാണനാണ് നമ്മുടെ ഊർജ്ജ ശരീരം എന്ന് പറയുന്നത്. അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. സ്ഥൂല ശരീരവും ഒരു സൂക്ഷ്മ ശരീരവും. പൊതുവെ ഈ സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ശരീരമുണ്ട് എന്ന രീതിയിലാണ് പറയാറ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ സൂക്ഷ്മ ശരീരം, അല്ലെങ്കിൽ പ്രാണമയ ശരീരം, നമ്മുടെ ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. തപശക്തി കൂടുന്നതനുസരിച്ച് അത് വികസിച്ച് വരും. ഋഷിമാരെ സംബന്ധിച്ചിടത്തോളം ആ സൂക്ഷ്മ ശരീരം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രപഞ്ചവും താനും ഒന്നാണ് എന്ന് അനുഭവിക്കാൻ പറ്റുന്നു. കാരണം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വികസിച്ച് അത് പ്രപഞ്ചത്തോളം